ഈ ഒരു വളവ് തിരിയുമ്പോൾ വണ്ടിപ്രാന്തന്മാരുടെ സ്വപ്നത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മ്യൂസിയം കാണാനാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ പയാന മ്യൂസിയം എന്നാണ് കേട്ടോ. കാർ മ്യൂസിയം. പണ്ട് മുതലേ ഉള്ള കുറേയധികം കാറുകൾ ഇതിനകത്തുണ്ട്. സോ വണ്ടിപ്രാന്തന്മാരുടെ സ്വപ്നം, ഞാനും ആ സ്വപ്നത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിന് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വലിയ തിരക്കൊന്നും കാണുന്നില്ല. നമ്മൾ ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഇതേമാതിരി ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വന്നിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മൈസൂർ പാലസിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൈസൂർ പാലസിൽ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്ററിനകത്തേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്ന് നിങ്ങൾക്ക് ഊബറൊക്കെ എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഊബറിനെക്കാളും ബെറ്റർ റാപ്പിഡോ ഉണ്ട് കേട്ടോ. ഇവിടെ അകത്തോട്ട് കയറട്ടെ, എങ്ങനെയാണ് ടിക്കറ്റ് പരിപാടിയൊക്കെ ഉള്ളതെന്ന് നമുക്കവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. 75 രൂപ പെർ പേഴ്സൺ ആണ്. ക്യാമറ ഇൻസൈഡ് ചെയ്യാനായിട്ട് 120 രൂപയോളം എക്സ്ട്രാ കൊടുക്കണം. മ്യൂസിയം ടൈമിങ് 9 AM to 8 PM ആണ് കേട്ടോ. പിന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാഗുകൾ കാര്യങ്ങളൊന്നും അകത്ത് കയറ്റില്ല. ചെറിയ ബാഗാണെങ്കിൽ അകത്ത് കയറ്റുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ആർമിയിൽ വർക്ക് ചെയ്യുന്നവർക്കും എക്സ് ആർമി ഉദ്യോഗസ്ഥർക്കും ഫ്രീ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതിലൊന്നും തൊടലില്ല, വണ്ടികളിലൊന്നും പിടിക്കുകയൊന്നും ചെയ്യില്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം പഴയ സാധനങ്ങളാണ് അവർ അടിപൊളിയായിട്ട് വെച്ചേക്കുന്നതാണ്. സോ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പിന്നെ സൗണ്ട് നമ്മൾ കുറച്ച് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ അഡൽട്ടിൻ്റെ കൂടെ കയറ്റി വിടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. പുറത്തെ ഫുഡൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എഴുതിയിട്ടുണ്ട്. മദ്യപിക്കരുത്, പുകവലിക്കരുത് എന്നുള്ള സാധനം പുകവലിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നത്. വെള്ളം അടിക്കുന്നത് പറഞ്ഞതേ ഉള്ളൂ. അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന വാക്ക് വേയിൽ കൂടെ തന്നെ പോവുക എന്നതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്രയും സാധനങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, പാലിക്കുക. ഓക്കെ, കയറി വരുമ്പം 2 കുതിര ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹോഴ്സ് പവറിനെ കാണിക്കാനായിരിക്കും 2 ഹോഴ്സ് നിൽപ്പുണ്ട്. ഇതാണ് എൻ്റെ ഇവിടുത്തെ ആ ഒരു എൻട്രൻസിൻ്റെ പരിപാടി. ടിക്കറ്റ് കൗണ്ടർ കൂടെയാണ് കേട്ടോ. മുകളിലൊരു ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയും കുതിര വെച്ചിട്ടുണ്ട്. ഒരു ഹോഴ്സ് വിട്ടൊരു കളിയില്ല കേട്ടോ. എന്താ പയാന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 75ൻ്റെ 4 ടിക്കറ്റ് 300 രൂപയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇടയ്ക്കാണ് കേട്ടോ 75 ആയത്. എടുത്തിട്ട് അവിടെ നിന്ന് തിരിയുമ്പോഴേ അതാ 2 വലിയ ഹോഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. കാണുമ്പോൾ തൊടാൻ പാടില്ല. കണ്ട ഫിയറ്റ് പോലെ തോന്നിക്കുന്നൊരു വണ്ടി. സ്റ്റാൻഡേർഡ് SC 4 സിലിണ്ടർ ഇൻലൈനാണ് കേട്ടോ. 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനൊക്കെ പറഞ്ഞൊരു സാധനമാണ്. 948 cc വരുന്ന ഒരു വണ്ടി. സാധനം നമ്മുടെ നാട്ടിലെ പ്രീമിയർ പത്മിനി ഉണ്ടല്ലോ, ആ ഒരു പ്രീമിയർ പത്മിനിയിലെ ആ ഒരു ലുക്ക് ആ ഒരു വണ്ടിയിൽ കുറച്ചുകൂടെ നീളമുള്ളൊരു ലുക്ക് കേട്ടോ. സെറ്റ്. അകത്ത് കയറുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ആ ടയറിൻ്റെ ഉത്ഭവമാണ് കേട്ടോ. അവസാനം പോയി നിൽക്കുന്ന ടയർ കണ്ടില്ലേ, ആ ഒരു ടയർ മുതൽ ഇങ്ങ് താഴെ ഉണ്ടായ ടയർ വരെ, അതായത് സാധാരണ ഒരു തടിയെ നമ്മൾ കട്ട് ചെയ്തെടുക്കൂലേ, അതവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ബിഫോർ കറണ്ട് എറ അല്ലെങ്കിൽ ബിഫോർ കോമൺ എറ എന്നുള്ളതിനാണ് ആ BCE എന്ന് പറയുന്നത്. 10,000 BCEക്ക് മുമ്പുള്ളതാണ് ഇത്. അതായത് നമ്മളൊക്കെ ടയർ വെട്ടി, അതായത് ചെരുപ്പിൻ്റെ ടയർ വെട്ടി വണ്ടി ഓട്ടിച്ച് കളിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ പണ്ടുള്ള ആൾക്കാർ ആദ്യം ഉണ്ടാക്കിയതാണിത്. അത് കഴിഞ്ഞ് 3500 BCEക്ക് മുമ്പ് വന്നതാണിത്. അത് കഴിഞ്ഞിട്ട് 2000 BCE, അത് കഴിഞ്ഞിട്ട് 1000 BCE, അങ്ങനെ കയറി ടയറിൻ്റെ ഉത്ഭവം, അതായത് മറ്റേ എവല്യൂഷൻ കണ്ടോ, അതായത് കല്ല് വെട്ടി ടയറുണ്ടാക്കി ഓട്ടിച്ചിട്ടുള്ള ആ ഒരു സംഭവം തൊട്ട് ഇനി അലോയ് വീൽസ് ഉണ്ടായത് വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിത് ആ ഒരു ടയേഴ്സ് എല്ലാം കാണാം. അത് കഴിഞ്ഞ് നമ്മുടെ കാർട്ടുണ്ടല്ലോ, അതായത് ബുള്ളോ കാർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു കാർട്ടുണ്ടല്ലോ, ഇതിപ്പോൾ നമുക്ക് ബുള്ള് വെച്ചിട്ട് ചെയ്യാം, അല്ലാതെ ടയർ വെച്ചിട്ട് അല്ലാതെ വേറെ ചെയ്യുന്നതുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഇത് കേട്ടോ. ആ ബാക്കിൽ കുഷ്യനൊക്കെ പറഞ്ഞ സാധനം അതിന് ശേഷം ഉണ്ടായതാണ്. അതൊക്കെ കൊള്ളാം. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് കൂടെ കണ്ടിട്ട് പോകാം കേട്ടോ. ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു എൻജിൻ പാർട്സോ അങ്ങനെ എന്തൊക്കെയാണെന്നാണ് തോന്നുന്നത്. സോ നമ്മുടെ SU കാർബറേറ്ററാണ് ഇതാ ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ SU കാർബറേറ്റർ. ഇതൊക്കെ നമ്മൾ ബുള്ളറ്റിൻ്റെയൊക്കെ ഞാൻ അഴിച്ച് പഠിച്ചിട്ടുള്ള ഒരു ഓർമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറേ കൂടെ നമുക്ക് മെക്കാനിക്സ് എളുപ്പമുള്ള സാധനമാണ് കേട്ടോ. ഇതാണ് ഡൈനാമോ. ഈ സാധനം കറങ്ങുമ്പോഴാണ് എനർജി ഉണ്ടാവുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ ടർബോ ചാർജർ. ഏതൊരു വണ്ടിപ്രാന്തനും കണ്ടാൽ മനസ്സിലാവുന്നൊരു സാധനമാണ് പഴയ ടർബോ ചാർജർ. ഇത് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇത് അതിൻ്റെ ആ ഒരു അകം ഭാഗം എല്ലാം ഇങ്ങനെ ഇരിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ. ടർബോ ചാർജർ അസംബ്ലി, ASSY എന്ന് പറഞ്ഞ അസംബ്ലി എന്നാണ്. മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്, ഇതാണ് നമ്മുടെ ഫ്യൂൽ പമ്പ് കേട്ടോ. അപ്പം എണ്ണയൊക്കെ കുറച്ചിട്ട് ഓടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂൽ പമ്പിൽ ഇവിടെയൊക്കെ ഈ ലെവലിലൊക്കെ എണ്ണ കിടക്കണം കേട്ടോ. ഈ ഫ്യൂൽ പമ്പിൽ ഇവിടെയൊക്കെ എണ്ണ ആകുമ്പോഴാണ് വണ്ടിയിലെ ഫ്യൂൽ പമ്പൊക്കെ അടിച്ച് പോകാൻ ചാൻസ് കൂടുതൽ. അതിൻ്റെ ഫുൾ മെക്കാനിസം പരിപാടിയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടികളെ പറ്റി പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ വായിച്ചിരിക്കാം, പോസ് ചെയ്ത് വായിച്ചിരിക്കാം. അടുത്ത് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, അതാണ് ഈ ഒരു സാധനമെന്ന് പറഞ്ഞാൽ.
ഓക്കെ, ഇതിൻ്റെ മെക്കാനിസം പരിപാടിയെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ചേസ് എന്നാണ് പൊതുവെ പറഞ്ഞത്. നമ്മുടെ വണ്ടിയിലെ എഞ്ചിൻ അവിടെ ഇരിപ്പുണ്ട്. 1938 ഹെർലി എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് സുഹൃത്തുക്കൾ. ഇത് 6 സിലിണ്ടറാണ് കേട്ടോ. 1496 cc വരുന്ന 3 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് കേട്ടോ. അതാണ് എഞ്ചിൻ. ടയർ അത് കണ്ട ടയറിൻ്റെ താഴെ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അതാണ് പ്ലേറ്റ് കേട്ടോ. അതാണ് വെയിറ്റ് താങ്ങുന്ന സാധനമാണ് പ്ലേറ്റ് എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഇതൊക്കെ ഒരു പിക്കപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്ക് സ്പെയർ വീലുണ്ട്. നമുക്ക് ഫ്യൂൽ അടിക്കുന്ന അവിടെയാണ് ഗിയർ ബോക്സ്. ഇത് അവിടെ നിന്ന് താഴെയാണ് ഗിയർ ബോക്സ് പോണത്. സ്റ്റിയറിംഗ് ഒക്കെ അതാണ് കേട്ടോ. ഇതൊക്കെ എഞ്ചിൻസ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ 4 സ്ട്രോക്ക് എഞ്ചിനാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ വണ്ടിപ്പരാന്തമാർ എനിക്ക് മനസ്സിലാവും. ഇറ്റ്സ് 4 സ്ട്രോക്ക് എഞ്ചിൻ. ഇത് 2 സ്ട്രോക്ക് എഞ്ചിൻ കേട്ടോ. നമ്മൾ RX-100 പറഞ്ഞത് ഈ ഒരു സാധനം കേട്ടോ, 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. ഇത് സോളക്സ് കാർബറേറ്റർ എന്ന് പറഞ്ഞ സാധനമാണ്. അത് ഈ ഇരിക്കുന്നത് കേട്ടോ. അത് ഭയങ്കര ത്രില്ല് കേട്ടോ സാധനം കാണാനായിട്ട്. ഇത് വേറെ ഏതോ വണ്ടിയുടെ ഒരു എഞ്ചിനാണ് കേട്ടോ. ഒരു മാസ്മരികമായിട്ടുള്ളൊരു എഞ്ചിനാണ്. ഇത് കുറച്ചൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് ചരക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാർട്ടാണ് കേട്ടോ. ഇത് നമുക്ക് മറ്റേ ഇതിൽ കണക്ട് ചെയ്തിടാം, എന്തുവേണോ ചെയ്യാം, അങ്ങനത്തെ കാർട്ട് കാര്യങ്ങളാണ് ഈ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതും നമുക്ക് പണ്ടൊക്കെ രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്തിരുന്ന ആ ഒരു ടൈപ്പാണ് കേട്ടോ. അടച്ചു മൂടിയ സാധനങ്ങളൊക്കെ അതും കൊള്ളാം. ഇവിടെ 2 കാളയൊക്കെ വെച്ച് കെട്ടി അല്ലെങ്കിൽ കുതിരയൊക്കെ വെച്ച് കെട്ടി ഇവർ പോകാറാണ് പതിവ്. ടയറൊക്കെ പക്ക കേട്ടോ, കണ്ടീഷൻ ടയർ. ഇത് വീല് കൂടുതലുള്ള കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ളത്. ഓരോ വർഷം കഴിയുമ്പോൾ മാറി മാറി വന്ന സാധനങ്ങളാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇത് മാറി വന്നൊരു സാധനമാണ്. അവിടെ കുറച്ച് ആൾ നിൽപ്പുണ്ട്, അതുകൊണ്ട് ഇതൊന്ന് കണ്ടു നോക്കാമേ. ഈ ഒരു വണ്ടി 1924 ഇറങ്ങിയ റോൾസ് റോയ്സ് 20 എന്ന് പറയുന്നൊരു സാധനമാണ്. 6 സിലിണ്ടർ ഇൻലൈന് OHV എഞ്ചിൻ കേട്ടോ. 3250 cc 4 സ്പീഡ് മാനുവൽ. ഇപ്പോൾ 1924 4 സ്പീഡ് മാനുവലൊക്കെ ഇറങ്ങണമെങ്കിൽ റോൾസ് റോയ്സ് വേറെ ലെവൽ സാധനമാണ്. 50 HP. ഇപ്പോൾ ഇറങ്ങണ മിക്ക വണ്ടികൾക്ക് 80 HP ഉള്ളൂ. അന്ത കാലത്തിൽ 50 HP ഉണ്ട്. വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെവൽ ആലോചിക്കണം. പിന്നെ അന്തമാതിരി സ്പീഡിലൊന്നും വന്ന് പൊളക്കാനൊന്നും പറ്റൂല. ബിക്കോസ് ചവിട്ടിയ നിൽക്കണമെന്നൊന്നുമില്ല. അങ്ങനത്തെ സാധനങ്ങളാണ്. 119 Nm ടോർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. 65 മൈൽ പെർ അവർ, 105 km/h ആണ് ഇത് കൊടുത്തേക്കുന്നത്. ഇറ്റ്സ് എ ഗുഡ് തിങ് സാധനം കേട്ടോ. ഇതാണ് അതിൻ്റെ ലുക്ക് മക്കളെ. നോക്കിയാണ് ഇതൊരു സാധനം കൂടെ. ഇത് ഹെഡ്ലൈറ്റ് നോക്കിയാണ്. ഓഫ് കിടിലം. KA 21M11 നമ്പർ കൊള്ളാം കേട്ടോ. 2 സീറ്ററാണ് കേട്ടോ. ബാക്കിൽ ചരക്കൊക്കെ വയ്ക്കാം. അതുപോലെ തന്നെ ബാക്കിലും സീറ്റുണ്ട്. പക്ഷേ ബാക്കിൽ ഇരിക്കണോ നനഞ്ഞൊക്കെ വരേണ്ടി വരും കേട്ടോ. എന്തായാലും അത് കൊള്ളാം. റോൾസ് റോയ്സ് ഇതൊക്കെ രാജാവിൻ്റെ ആയിരിക്കും. ദെൻ നമ്മളവിടെ നിന്ന് നമ്മൾ നേരത്തെ കണ്ട കാറിലോട്ട് വരുന്ന സമയത്ത് ഫിയറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. 4 സിലിണ്ടർ ഇൻലൈന്, സൈഡ് വാൾവ് പറഞ്ഞാൽ 1460 cc പറഞ്ഞാൽ 4 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. 23 HP മാത്രം വരുന്നൊരു വണ്ടിയാണ്. കുഴപ്പമില്ല. ഇറ്റ്സ് എ ഗുഡ് തിങ്. അന്ത കാലത്തിലൊക്കെ നല്ല സാധനമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വരുമ്പോൾ എന്തൊരു വലിയ വണ്ടിയാണ്. ഇത് ഫിയറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. അതിനേക്കാളും 4 വലുത്. എന്താണ് ഇവിടുത്തെ നമ്മളെ ഫോർച്യൂണർ ഉണ്ടല്ലോ, ഫോർച്യൂണറിനെക്കാളും ഇപ്പോഴത്തെ ഫോർച്യൂണറിനെക്കാളും ഭയങ്കര വലിപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അൾട്രാ വൈഡ് കിടക്കണമെന്നാണ് നിങ്ങൾക്ക് വലിപ്പം തോന്നാത്തത്. നമ്മൾ 1X ഇടുമ്പോൾ നമുക്ക് ആ ഒരു വലിപ്പം തോന്നിക്കും. ഇതിപ്പോൾ അൾട്രാ വൈഡിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റൊക്കെ നോക്കിയാണ് ഇത് സാധനമൊന്നും കിട്ടില്ല വലിയടേ. ഇത് 6 സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ. 4 സ്പീഡ് മാനുവൽ പറഞ്ഞാൽ 2500 cc വരുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് അതിൻ്റെ വേറൊരു സാധനമാണെന്ന് തോന്നുന്നു. സ്റ്റഡ് ബ്രേക്കർ, അതിൻ്റെ അലോയ്സ് കാര്യങ്ങളൊക്കെയാണ്. ഡ്രം ആണ് കേട്ടോ. വീൽ ഡ്രമ്മിൽ സ്പോക്ക് പറഞ്ഞാണ് കേട്ടോ. കൊള്ളാം. പേരിൻ്റെ കാഡിറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് കേട്ടോ. ഇത് ജർമ്മൻ സാധനമാണ്. കണ്ടാൽ തന്നെ അറിയാം. ഒരു സൈഡ് തിരിവുണ്ട് കേട്ടോ വണ്ടിക്ക്. കൊള്ളാം കേട്ടോ. ഒരു ക്യൂട്ട് സാധനം. ഫോർഡിൻ്റെ പ്രീഫെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ് കേട്ടോ ഈ കാണുന്നത്. അതും 3 സ്പീഡ് ഗിയർ ബോക്സ് ആയിട്ടൊക്കെ പറഞ്ഞൊരു സാധനമാണ്. പറഞ്ഞാൽ മോറിസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. 8 സീരീസ് E എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. നമ്മുടെ മോറിസ് ഗാരേജ് ആണെന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ MG ആണോ എന്ന് എനിക്കറിയത്തില്ല. മോറിസ് എന്നാണ് കൊടുത്തേക്കുന്നത്. എന്തൊരു ഇത് എന്തൊന്നും സാധനം ഇവിടെ ഈ കിടക്കണത്. എൻ്റെ പൊന്നെ കിട്ടില്ലല്ലേ. ഹട്ട്സൺ കോമഡോർ എന്ന് പറഞ്ഞത് സാധനമാണ്. കോമഡോർ 6. ഇതൊരു വലിപ്പമോടെ ഈ വണ്ടികൾ. 1X ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അന്തമാതിരി വലിപ്പം. ഇതാണ് ആ ഒരു വണ്ടി കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ ഇരുന്ന ഫ്രണ്ടൊക്കെ എങ്ങനെ കാണൂടെ. അടുത്ത സാധനം കിട്ടില്ല. ഇതൊക്കെ കണ്ണെടുക്കാൻ തോന്നുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ നോക്കിയാണ് തോന്നുന്നുണ്ടോ. ഇവിടെ ഇതിനകത്ത് കിടക്കാൻ തോന്നുന്നുണ്ടേ 10 ദിവസം. ഒരുപാട് സാധനം കേട്ടോ. ഈ വണ്ടി എന്ന് പറയുന്നത് മൈസൂർ രാജാവ്, അതായത് മൈസൂർ മഹാരാജൻ യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്. ആ പടം കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെയാണ് ഇത് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു സാധനമാണ് കേട്ടോ സുഹൃത്തുക്കളെ കിടക്കുന്നത്. ഒരു സമയത്ത് മൈസൂർ രാജാവ് ട്രാവൽ ചെയ്തിരുന്ന വണ്ടി. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും നമ്മളെ ഇന്നോവ ഇതിൻ്റെ ഈ ഒരു ഡോറിൻ്റെ ഇതുവരെ വരും കേട്ടോ. അവിടെ നിന്ന് ഇതുവരെ ഇന്നോവയിലെ നീളം വരും. ഡ്രൈവറിൻ്റെ ഇതൊക്കെ നോക്കിയാണ് സീറ്റിൻ്റെ അവിടെയൊക്കെ മുകളിൽ ഏരിയയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ അതിനകത്ത് വൻ സ്ഥലം. ഒരു ഫ്രണ്ടിലൊരു ഡ്രൈവർ ഉൾപ്പെടെ 4 പേരും, ബാക്കിൽ അതുപോലൊരു 4 പേര്, 8 പേര് ചുമ്മാ ആയിരുന്നു പോയി ഇതിനകത്ത്. അന്ത മാതിരി ഒരു സാധനം അവിടെ. നമുക്ക്
എൻ്റെ വീൽ കപ്പൊക്കെ നോക്ക്, ടയറൊക്കെ പുത്തം പുതിയതായിട്ട് കിടക്കുന്നത് കേട്ടോ. ഡൈംലർ DE36 എന്ന് പറഞ്ഞാൽ 8 സിലിണ്ടർ പറഞ്ഞാൽ 5.5 ലിറ്ററിൻ്റെ ഒരു എഞ്ചിനാണ് വരുന്നത്. 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. 150 HP ആണ് കേട്ടോ. 150 HP മിനിമം കൊടുക്കണം, എന്നാലേ ഈ ലാടൊക്കെ വലിച്ചുകൊണ്ട് പോവുള്ളൂ. രാജാവിനെ കൊണ്ട് പോവേണ്ടിയില്ലേ. പിന്നെ ഇന്നത്തെ പോലത്തെ വിഷയങ്ങളൊന്നും ഇല്ല, ഇന്നത്തെ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് രാജാവ് സേഫായിരുന്നു. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കിയാണ് മോനെ, 1 2 3 4 ഹെഡ്ലൈറ്റ്, 2 ഇൻഡിക്കേറ്റർ. ഈ മിററൊക്കെ ഡ്രൈവറിന് എങ്ങനെ കാണാൻ പറ്റുമെന്തോ അവിടെ ഇരിക്കണം മിറർ. ചിന്ന സാധനം കേട്ടോ, എന്തായാലും കൊള്ളാം. ഇത് മറ്റേ ഫ്രണ്ടിൽ മറ്റേ കമ്പിട്ട് കറക്കണ പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ പ്രവർത്തന രീതിയൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ആ സാധനം കണ്ട, അത് മറ്റേ പല്ലക്ക്, അതും കൊള്ളാം. ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ബൈക്സ് വരും കേട്ടോ. ജാവ, നമ്മുടെ പഴയ ഒരു ജാവ, ഇപ്പം ഇറങ്ങണ ജാവയൊന്നുമല്ല, ഇതാണ് സാധനം. ഇപ്പം ജാവയിലെ പേര് വെച്ചിട്ട് ഇപ്പം കുറേ അവർ മാർക്കറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതാണ് സാധനം. നമ്മുടെ RX100 റോഡ് ഇരിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് സ്ഥിരം കാണാൻ പറ്റും റോഡിലൊക്കെ. ഇനി നമ്മുടെ അടുത്തൊരു തലമുറ വരുമ്പോൾ നമ്മളെ കുട്ടികളൊക്കെ വലുതായി ഒരു റേഞ്ചിലൊക്കെ ആകുമ്പം നമ്മളിപ്പോഴും ഇതോ ആ സാധനമൊക്കെ ഒന്ന് മ്യൂസിയത്തിൽ കാണും പോലെ അവർ വന്ന് ഇതൊക്കെ കാണും കേട്ടോ. നമുക്കിപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണ്, ഇപ്പോൾ പൈസ കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ സാധനങ്ങളാണ്. അവർ ഒരു സമയം കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണും. അന്ന് പിള്ളേർക്ക് ഈ ഒരു ക്രൈസൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോഴൊക്കെ ഫുൾ EV യുഗത്തിലോട്ടൊക്കെ പോവുകയാണ്. പിള്ളേർക്ക് വണ്ടിയിലോടുള്ള ക്രൈസൊക്കെ പോയി തുടങ്ങുകയാണ്. അത് നമുക്ക് പുതിയ പിള്ളേരുടെ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇനിയും വളർന്നു വരുമ്പോൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ വന്ന് കാണട്ടെ. നമ്മളെ ബുള്ളറ്റൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചേക്കും, നമ്മളെ ക്ലാസിക്കൊക്കെ. അടുത്ത് നമുക്ക് ട്രയംഫിൻ്റെ ഒരു വണ്ടിയാണ് ഇതായിരിക്കുന്നത് കേട്ടോ. 27 bhp വരുന്നത്, 500 cc ആണ് കേട്ടോ. ഇതൊക്കെ സാധനം. ഇതിൻ്റെയൊക്കെ ബോർഡൊക്കെ താഴെ വയ്ക്കാനുള്ളത് എന്നിട്ട് ഇതിപ്പോൾ ഓരോരോ ബോർഡ് വെച്ചിട്ടുണ്ട്. ഹോണ്ട വെച്ചിട്ടുണ്ട്, പിന്നെ ഇന്ത്യൻ്റെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് ക്ലാസിക് ഇരിക്കണുണ്ട്. ക്ലാസിക് ബജാജിൻ്റെ ചേതൊക്കെ ഉണ്ട്, വെസ്പ ഉണ്ട്. അങ്ങനത്തെ ഇതൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ. അതായത് സെക്കൻഡ്സ് വാങ്ങിക്കാൻ. കൈനറ്റിക് ഹോണ്ട ഇതൊക്കെ പണ്ട് കാലത്ത് സുലഭമായിരുന്നു, ഇപ്പം കാണാൻ പോലും ഇല്ല. സിട്രോൺ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോഴും നമുക്ക് സിട്രോണൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അന്ത സിട്രോൺ ആണ് കേട്ടോ ഇത്. സിട്രോൺ നിങ്ങൾക്ക് ആ ലോഗോ കണ്ടാൽ മനസ്സിലാവും, നടുക്കിരിക്കുന്ന ലോഗോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ വർഷത്തെ ലോഗോസ് മാറ്റുണ്ട്. 1919 ലോഗോ, 1966 ലോഗോ, 2022 വരെയുള്ള ലോഗോയാണ് കേട്ടോ അത് താഴെ കിടക്കുന്നത്. അപ്പോൾ ആ സിട്രോൺ തന്നെയാണ് ഈ സിട്രോൺ. ഫ്രാൻസ്, ഇത് ഫ്രാൻസിലെ സാധനമാണ് കേട്ടോ. അതുകൊണ്ട് ഐഫൽ ടവർ. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ എല്ലാവരും അംബാസഡർ ടൈപ്പാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് കോപ്പി അടിച്ചിട്ടാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ കൊണ്ടുവന്നത് കേട്ടോ. അതൊക്കെ ഇപ്പം പറ്റുമെന്നുള്ളൊരു വണ്ടിപ്രാന്തന്മാരുണ്ടെങ്കിൽ നല്ല ചെറിയ പൈസ കിട്ടും. അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ സാധനമാണ് കേട്ടോ. എന്നായാലും നമുക്കതൊരു മുതൽ സാധനമാണ്. ഇത് UK എന്ന് വന്നിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഹിൽമാക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഹിൽമാക്സ് മിൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. 4 സ്പീഡ് 28 kW പറഞ്ഞ അങ്ങനത്തെ പരിപാടിയൊക്കെ പറഞ്ഞ വണ്ടിയാണ്. നമ്പറുകളൊക്കെയാണ് കേട്ടോ കിടിലം. ഹിന്ദുസ്ഥാൻ 14 എന്ന് പറയുന്നൊരു മോഡലാണ്. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇന്ത്യൻ മെയ്ഡാണ് കേട്ടോ. നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഓൾസോ ഇന്ത്യൻ മെയ്ഡാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പം ഇതാണ് ഒറിജിനൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ്റെ ലോഗോ കേട്ടോ. ഈ ഒരു സാധനം തന്നെയാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ലോഗോ. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇനി എപ്പോഴായതാണ് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഹിന്ദുസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ അത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആയിട്ട് നമുക്ക് കൂട്ടാന്നുള്ളതേ ഉള്ളൂ. ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതാണ് നമ്മൾ കണ്ടുവന്ന നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഒരു വണ്ടി. ഇത് 1961 അംബാസഡറാണ്, ഹിന്ദുസ്ഥാൻ അംബാസഡർ. അപ്പോൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ തന്നെയാണ് ഈ ഒരു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. മാർക്ക് 1 ആണ് കേട്ടോ വണ്ടി. ഇതാണ് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി കൊണ്ടു കിടക്കുന്ന വണ്ടി. MYB 9993. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇത് ചിലപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ലക്ഷങ്ങൾ കൊടുക്കണം, മോഹവില കൊടുക്കണം, എന്നാലേ അത് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വരുമ്പോൾ സ്റ്റാൻഡേർഡ് 10 എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് 10 എന്ന് പറഞ്ഞത് നമ്മുടെ എക്സാക്ട് കാണാൻ പ്രീമിയർ പത്മിനി തന്നെയാണ്. കുറച്ചുകൂടെ വൈഡറാണ് കേട്ടോ ഈ സാധനം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രാൻസിൽ നിന്ന് വരുന്ന റെനോ എന്ന് പറഞ്ഞ നമ്മുടെ ആ ഒരു ബ്രാൻഡിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഒരു കുഞ്ഞൻ വണ്ടി, കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ഗ്ലാസ് അറേഞ്ച്മെൻറ്റാണ് കോമഡി. കൊള്ളാം കേട്ടോ. ഇതും ഒരു 1.1 ലിറ്റർ പറഞ്ഞാൽ ചെറിയൊരു എഞ്ചിനാണ്. ടയർ സൈസൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. തുടരുന്ന തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടരിൽ എന്തൊരു വണ്ടിയടാ ഇത്. എൻ്റെ കളർ നോക്ക്, എൻ്റെ മോനെ കിട്ടിലല്ലേ. ഇത് നീളം നോക്കിയാണ്. അതിൻ്റെ ബാക്ക് ആ ഒരു ആർച്ച് കണ്ട, ടയർ അകത്ത് കിടക്കണം. ഇപ്പോഴത്തെ വണ്ടികളൊക്കെ നമുക്ക് 4 സ്പ്രിംഗ് മാറി എയർ ലിഫ്റ്റൊക്കെ ചെയ്താലേ ഇതുപോലത്തെ നമുക്ക് സാധനം കിട്ടുള്ളൂ ഇവിടെ. അന്തമാതിരി ഒരു സാധനം. എൻ്റെ ഫ്രണ്ട് ലോഗോ നോക്കിയാണ് ഒരു ഫ്ലൈറ്റ് പോകും പോലെ കേട്ടോ. ഷെവർലെ, ഇതാണ് നമ്മുടെ ആ ഷെവർലെറ്റിൻ്റെ ബെൽ എയർ എന്ന് പറഞ്ഞ മോഡൽ കേട്ടോ. ഷെവർലെയാണ്. ഷെവർലെറ്റ് എന്നൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ വായിക്കും. ഷെവർലെ ചാവി, മറ്റേ വെഹിക്കിൾസ് ചാവി എന്നൊക്കെ പറയുമല്ലേ, അതാണ് സാധനം കേട്ടോ. ചാവി ഫ്ലൈറ്റിൻ്റെ ലുക്ക് നോക്ക്, ഫ്ലൈറ്റ് പോലെ ഇരിക്കണം കേട്ടോ. ചെറുടോ ഇതിൻ്റെയൊക്കെ നീളം, കിടിലം. ഇതൊക്കെ കൊണ്ട് ഇപ്പോൾ ഡിവൈഡറൊക്കെ വളച്ച് കയറ്റണമെങ്കിൽ വെളുക്കും കേട്ടോ. വളച്ച് ഒടിവും കാര്യങ്ങളൊന്നും കാണൂല കേട്ടോ ഈ സാധനത്തിനൊന്നും. പവർ സ്റ്റിയറിങ് കാണൂല. അന്തമാതിരി സാധനം. സ്റ്റഡ് ബേക്കർ എന്നാണ് ഈ ഒരു ബ്രാൻഡിനെ പറഞ്ഞത് കേട്ടോ. സ്റ്റഡ് ബേക്കറിൻ്റെ ചാമ്പ്യൻ റീഗൽ എന്ന് പറഞ്ഞൊരു
സാധനമാണിത്. ഒരു സ്റ്റേഷൻ വാഗനാണ് കേട്ടോ. സ്റ്റേഷൻ വാഗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിൽ അത്രയും ഒരു സ്പേസ് കാര്യങ്ങൾ അങ്ങനെ ഒഴിവി കിടക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് സ്റ്റേഷൻ വാഗൺ എന്ന് പറയും. അത്യാവശ്യം ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അത് കഴിഞ്ഞ് നേരെ വരുമ്പോഴാണ് ഈ ഒരു ലോഗോ നിങ്ങൾ കണ്ടു നോക്ക്. ഈ ലോഗോ കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണുണ്ടോ? പെഗോട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലോഗോയാണ് ആ കാണുന്നത്. അത് ഇപ്പോഴും ആ ഒരു ലോഗോ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഈ വണ്ടി കിട്ടാനില്ല. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഐ തിങ്ക് നമുക്ക് മറ്റേ മെക്സിക്കോയിലൊക്കെ കൂടുതലും ഈ ഒരു ബ്രാൻഡ് വരും കേട്ടോ. വണ്ടി ടാക്സി ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഫ്രാൻസിലാണ് കേട്ടോ. ഫ്രാൻസാണ് ഇതിൻ്റെ ഉത്ഭവം കേട്ടോ. ഇതാണ് ആ ഒരു വണ്ടി. മോനെ ഒരു സാധനോടെ ഇത് ഷെവർലെ. നിങ്ങൾ ഇവിടെ ടവേറയും അതും ഇതുമൊക്കെ കൊണ്ട് ഇറക്കുന്ന സമയത്ത് ഇതൊക്കെ കൊണ്ട് ഇറക്കി വിട്ടിരുന്നെങ്കിൽ എൻ്റെ മോനെ എന്തൊരു കണ്ണെടുക്കാൻ തോന്നില്ല. അതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി നോക്ക്. സംഭവം റീസ്റ്റോർ ചെയ്തിട്ടൊക്കെ തന്നെയാണ്. എന്നാലും ആ ഒരു വണ്ടി നോക്കടേ. 135 HP 4000 RPM. അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് 150 വരെ പോകുന്നതാണ് ഇത്. അപ്പോൾ ഈ ആവിൻ്റെ ലൈനിൽ കിട്ടിയതൊക്കെ എഞ്ചിനൊക്കെ മാറ്റി വേറെ ലെവലാക്കും കേട്ടോ. 3.8 ലിറ്ററാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. ഓ എന്തൊരു സാധനമാണോ ഇത്. കിടിലം കേട്ടോ. ഇപ്പോഴും രാജഭരണമൊക്കെ ആയിരുന്നെങ്കിൽ ഈ സാധനമൊന്നും മ്യൂസിയത്തിലൊന്നും വെക്കാൻ പറ്റില്ല. ഇതൊക്കെ രാജാവ് തന്നെ കൊണ്ടു നടന്നേനെ കേട്ടോ. ഇതൊക്കെ എവിടെ നിന്നൊക്കെ ഇറക്കിയ സാധനമാണ്. ഫുൾ ഡീറ്റെയിൽസ് ഇതാ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കിടിലം കേട്ടോ. ഇതാണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിരിക്കുന്നത്. ഷെവർലെറ്റിൻ്റെ ഇംപാൽ എന്ന് പറയുന്നത് ഷെവർലേൻ്റെ ഇംപാൽ എന്ന് പറഞ്ഞ മോഡലാണ്. അമേരിക്കൻ സാധനമുണ്ട്. ഷെവർലെ ഓൾറെഡി അമേരിക്കൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനത്തെ ഒരു സാധനമാണ്. 3 സ്പീഡ് ഗിയർ ബോക്സ് മാനുവൽ പറഞ്ഞാൽ 140 HP. അന്നത്തെ കാലത്തൊക്കെ 140 ഒക്കെ 1965 അന്നൊക്കെ ജീവിച്ചിരുന്നവരാണ്ട് യഥാർത്ഥത്തിൽ ജീവിച്ചത്. സത്യം. ഇന്നൊക്കെ ഈ വണ്ടിയൊക്കെ കിട്ടിയ ഇത്തിരി വണ്ടിയുടെ കണ്ണെടുക്കാൻ തോന്നില്ല. ഓഫ് കിട്ടില്ല. അടുത്ത വരുമ്പോൾ നമുക്ക് വരുന്നത് ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. നമുക്ക് നോക്കാം. ഹിൽമാൻ 100 എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഇതൊരു സാധനമാണോ അത്. കിട്ടില്ലോ അല്ലേ. നമ്മുടെ പഴയ ഗോൾഫിൻ്റെയൊക്കെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ലുക്കല്ലേ. കൊള്ളാം. 5 സീറ്റർ കൊള്ളാം. നല്ല വിശാലമായിട്ടൊക്കെ ഇരിക്കും. ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ വരുമ്പോൾ ഒപ്പേൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആ ഒരു വണ്ടിയാണ് ഇതായി കിടക്കുന്നത് കേട്ടോ. ഒപ്പേലിൻ്റെ വണ്ടി. ഇതും 1965 വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കളറൊക്കെ നോക്ക്. കിട്ടില്ല കേട്ടോ സാധനം. അപ്പം ബാക്ക് ഡോറ് തുറക്കാനായിട്ട് ഇത് തുറന്നിട്ട് അകത്ത് കയറണം കേട്ടോ. ഗുഡ്. ബേക്കർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വേറൊരു വണ്ടിയും കൂടെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതും 1947 വണ്ടിയാണ് കേട്ടോ. ഇത്തിരി സാധനമോടെ ഇതൊക്കെ. കിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ നോ എൻട്രിയാണ്. ഓഫീസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കിനി നേരെ പോയിട്ട് താഴെ ഇറങ്ങണം. താഴെയാണ് ഇനി പടല കിടില സാധനങ്ങൾ കിടക്കണത്. ആയിട്ട് ഞാൻ അടിച്ചു തരാം. ഓക്കെയാണ്. കിടിലല്ലേ. ഇതൊക്കെ അവിടെ വണ്ടി പൊളിച്ചൊക്കെ വെച്ചേക്കണ്. ദെൻ ആർമി ട്രക്ക് കിടപ്പുണ്ട്. എന്തോടെ ആ കിടക്കണേക്ക്. നമുക്ക് താഴോട്ട് നേരെ പോവാമേ. താഴോട്ട് പോയിട്ട് എന്താണ് പരിപാടി എന്ന് നോക്കാം. ഓക്കെ. താഴെ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് 1937 വണ്ടി ഇവിടെ കിടപ്പുണ്ട്. പിള്ളർ 420 റോഡ്സ്റ്റർ എന്നാണ് അതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. 4 സിലിണ്ടർ വരുന്ന സാധനമാണ്. 3 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 27 HP ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്കോഡയൊക്കെ അന്നേ ആ ചോപ്പി പിടിച്ചങ്ങ് വെച്ചൊക്കെയാണ് കേട്ടോ. ആ പെയിൻറ്റ് എന്നെയെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും റീപെയിൻ്റ് ആണെങ്കിൽ ക്വാളിറ്റി ഇല്ല കേട്ടോ. അടിച്ച ആരായാലും കുറച്ച് ഗ്ലോസി പെയിൻ്റൊക്കെ കൊടുക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും സാധനം കൊള്ളാം. പിടച്ച് താഴോട്ട് ഇറങ്ങാനായിട്ട് ഇങ്ങനെ റൗണ്ട് പോലെ ഇറങ്ങണം. നോക്കടേ മുകളിൽ നിന്ന് പറക്കണ വണ്ടി. സെറ്റ്. ഇതൊക്കെ ഒരു വൻ കണ്ടുപിടുത്തം തന്നെയല്ലേ ഈ സാധനമൊക്കെ. ഇതൊക്കെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു മനുഷ്യൻ. ഇപ്പോഴും വള്ളത്തിൽ തുഴഞ്ഞൊക്കെ പുറത്തോട്ടൊക്കെ പോകേണ്ടി വന്നേനെ. എൻ്റർടൈൻമെൻറ്റും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നേനെ. നടന്നു പോകുമ്പോൾ നോക്ക്. വൻ സാധനം. വൺ കളക്ഷൻ കാറുകളുടെ. ഞാൻ വിചാരിച്ചു ഇത്രയും കളക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. കിട്ടില്ല കേട്ടാളെ. സൂപ്പർ സാധനം. ഓട്ടേ. ഞാൻ GTA 5 മാത്രമേ ഇങ്ങനൊരു ഗരാഷ് കണ്ടിട്ടുള്ളൂ. ഇത് മ്യൂസിയമാണ്. വെറുതെ ഗരാഷ് ഒന്നും ഉദ്ദേശിച്ചത് GTA 5 ഇങ്ങനെ കൊണ്ട് അടുക്കിയിടാൻ പറ്റുക കേട്ടോ. എൻ്റെ മോനെ. ഇവിടെ കുറച്ചുകൂടെ ആധുനികമായിട്ടുള്ള കാലത്തിലെ വണ്ടികൾ. അതായത് പഴയതല്ല എന്നാൽ ഏറ്റവും പുതിയതുമല്ല. ഒരിടത്തരം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ജസ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ നേരെ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് നമ്മുടെ ചേതക്ക് പോലത്തെ പരിപാടി ഉണ്ടല്ലോ. അന്തമാതിരി സാധനംസാണ് കേട്ടോ. നിങ്ങൾ കാണാം. ബജാജിൻ്റെ ചേതക്ക്, നമ്മുടെ ബജാജ് 150 എല്ലാം ഒരേ ലുക്ക് തന്നെ കേട്ടോ കാണാനായിട്ട്. യമണ്ട ആർമി ട്രക്ക്. ബാപ്സൊക്കെ കണ്ട കോടികൾ കൊടുത്തെടുത്തോണ്ട്. എന്താണ് ടയറിൻ്റെ സൈസ് നോക്കിയാണ്. ഇതൊക്കെ ഇടിച്ച് കൊല്ലാം കേട്ടോ പട്ടാളക്കാർക്ക് ഇത് വെച്ചിട്ട്. അതങ്ങനെ തന്നെ വേണ്ട. മതിലൊക്കെ ഇടിച്ച് പൊട്ടിച്ചൊക്കെ കയറ്റി നിർത്തിക്കണം. ഇതൊരു സാധനമല്ല. ഹൗസിംഗ് ഒക്കെ നോക്കിയാണ്. 4 വീൽ ഡ്രൈവാണ് കേട്ടോ. 4 വീലല്ല 6x6 കേട്ടോ. അതിൻ്റെ ഹൗസിംഗ് ഒക്കെ ഫ്രണ്ടിൽ
കിട്ടില്ല സാധനം കേട്ടാ. ബാക്ക് ടയർ നോക്ക്, എൻ്റെ പൊന്നെ ക്യാബിൻ ഡീറ്റെയിൽസ്. 1981 വണ്ടിയാണ് കേട്ടോ. ക്രാസ് 260 മിലിറ്ററി ട്രക്ക്. ഇത് ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി തന്നെ. സോവിയറ്റ് യൂണിയൻ, റഷ്യ, ഇപ്പോഴത്തെ റഷ്യയിലെ സാധനമാണ് കേട്ടോ ഈ സാധനം. പക്ഷെ എൻ്റെ പൊന്നെ എത്രയുടെ ഇത് 14.9 ലിറ്റർ 8 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ, 1071 300 HP. ഇതൊക്കെ 300 HP വേണം ഇതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്ത് കൊണ്ടുപോകാനൊക്കെ. അത് കുന്നും മലയിൽ കയറണ്ടേ. അന്തമാതിരി ഒരു സാധനം. മറ്റേ പട്ടാളക്കാരൻ്റെ ഹെൽമെറ്റ്, ബാരല്, മറ്റേ ഇതുണ്ടല്ലോ ചാക്ക്, സേഫ്റ്റിക്ക് വേണ്ടിയുള്ള. അതായത് അവിടെ ഇരുന്നാണ് ഒളിഞ്ഞിന്ന് വെടിവെക്കുന്നത്. എക്സോസ് പൈപ്പ് നോക്കിയാണ് അതിൻ്റെ. പക്ഷെ എൻ്റെ പിന്നെ ടയർ നോക്ക്, അതിൻ്റെ പ്ലേറ്റ് നോക്ക്, എൻ്റെ മോനെ അവിടെ മിസൈൽ വയ്ക്കാനുള്ള ഇടന്ന് തോന്നുന്നു. അതിൻ്റെ ടയർ കണ്ടോ, കീടില്ല സാധനം കേട്ടോ. ഇത് അടുത്ത സാധനം. ഇത് പട്ടാളക്കാരന്മാരെ കൊണ്ടുപോകാൻ വേണ്ടി ഷെവർലേൻ്റെ ഒരു സാധനമാണ്. 1945 ഇറക്കിയ സാധനമാണ്. ഇത് ഇന്ത്യൻ സാധനമാണ് കേട്ടോ. ഗുഡ്. അത് കഴിഞ്ഞ് അടുത്ത മിലിറ്ററി വണ്ടി. ഇതൊക്കെ 1953 സാധനമാണ് കേട്ടോ. ഇത് റഷ്യൻ സാധനമാണ് കേട്ടോ. ഇതിനകത്തൊക്കെ എന്തിന് ചെയ്തവന്മാരെ തട്ടാൻ പറ്റും? ഇതിനകത്തിരിക്കണവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തോക്കിരിക്കണമൊക്കെയാണ് മട്ട വെടി വയ്ക്കണം കേട്ടോ. ഇരുമ്പ്, ഫുള്ള് ഇരുമ്പ്, മഡ്ഗാർഡ്. പക്ഷെ എൻ്റെ മോനെ ഇത് ഏത് വർഷത്തെ 2001 ഈ സാധനം ഉണ്ടാടേ. ലുക്ക് നോക്കിയാണ്. ഇതടുത്തത് ഈ പച്ച ഇച്ചിരി ലൈറ്റ് പച്ചയാണ് കേട്ടോ. വില്ലീസ് പിക്കപ്പ്. ഗുഡ്, നൈസ്. ഇതെന്തോന്നു? കൊള്ളാല്ല. അതിലൊക്കെ ഉള്ള പോലത്തെ 1948 ഫോർഡിൻ്റെ ഒരു ട്രക്ക് V8 എഞ്ചിന് വരുന്ന ജമ്മട. ഇതൊക്കെ ആ ലുക്ക് നോക്ക് കിടക്കണ. കിട്ടില്ല കേട്ടോ സാധനം. ഇത് നോക്ക്. 1973 ടാറ്റയിലെ ട്രക്ക്. ടാറ്റ ഇപ്പോഴും ഏകദേശം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. ഒരു സമയം വരെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. മകളിലത്തെ തട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. 1983 ഡസ്റ്റൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വണ്ടിയാണ് കേട്ടോ കിടക്കുന്നത്. ഇത് 4 സ്പീഡ് ഗിയർ ബോക്സ് ഒക്കെ വരുന്ന 88 HP ഒക്കെ വരുന്നൊരു വണ്ടി. 1957 ഫിയറ്റ് 1100 എലഗൻറ്റ് എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് ഇതായി കിടക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലീൻ സാധനമായിട്ട് കുഞ്ഞ വണ്ടി. ഇവിടെ 1962 ഫിയറ്റിൻ്റെ 1100 സെലക്ട് എന്ന് പറഞ്ഞൊരു വണ്ടി കിടപ്പുണ്ട്. 1100 103D എന്ന് പറഞ്ഞൊരു മോഡലും കൂടെ ഇതിൻ്റെ കൂടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാടെ. കുഞ്ഞ് അംബാസഡർ കാണാം, അംബാസഡർ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വരുമ്പോൾ 1964 ഇറ്റലിയിൽ നിന്ന് ഇറക്കിയ ഫിയറ്റിൻ്റെ 1100 സൂപ്പർ സെലക്ട് എന്ന് പറഞ്ഞൊരു വേറൊരു മോഡലാണ് കേട്ടോ കിടക്കുന്നത്. അത്യാവശ്യം കൊള്ളാം. അതിനേക്കാളും കുറച്ചുകൂടെ നീളമുണ്ട് കേട്ടോ. ആ വണ്ടിയേക്കാളും കുറച്ചുകൂടെ നീളം തോന്നിക്കുന്നുണ്ട്. 1994 മലയാളീസിൻ്റെ നമ്മളെ വണ്ടി, ആ ഒരു ഫിയറ്റിൻ്റെ ഡിലൈറ്റ് 1100 എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ ആയി കിടക്കുന്നത്. നമ്മുടെ വണ്ടി ഇത് കണ്ട എല്ലാവർക്കും അറിയാം. പിന്നെ പണ്ടത്തെ ആ ഒരു ടാക്സിയാണ്, നമ്മളെ ബോംബെയിലേക്ക് ടാക്സിയാണ്. ഇത്തിരി വണ്ടിയുടെ ഇത് കിട്ടില്ലോ അല്ലേ. പിന്നെ കണ്ട എല്ലാവർക്കും അറിയാം ബെൻസിൻ്റെ ആ ഒരു W123 ആണ്. 1980 മെർസിഡീസ് ബെൻസ് 240Dൻ്റെ W123 എന്ന് പറഞ്ഞൊരു മോഡൽ. നമ്മുടെ 1983 ബെൻസിൻ്റെ 200D. ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റ് കണ്ടാൽ നമുക്ക് മറ്റൊരു W123 പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു റൗണ്ട് ആയിരിക്കും. ആ ഒരു റൗണ്ട് ഇതിൽ റൗണ്ട് മാറി സ്ക്വയർ ആയിരിക്കും, അകത്ത് റൗണ്ട് ആയിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലായി. ഹെഡ്ലൈറ്റ് കണ്ടാൽ തന്നെ രണ്ടും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഹുഡിൽ ചെറിയൊരു കുറച്ച് മസിൽ ഫീൽ ചെയ്യിക്കുന്ന ഈ ഒരു സാധനത്തിന് അതിന് കുറച്ച് കുറവാണ്. അത്രയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഇത്. പിന്നെ ഇത് കുറച്ച് വൈഡറാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു മകൾ വശം. ഇത് വരുമ്പം കുറച്ച് വൈഡർ അല്ലാതെ കുറച്ച് ഇങ്ങനെ കെയറിയാണ് ഇരിക്കുന്നത്. അതാണ് ആ ഒരു 123യും 200 തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഇത് പിന്നെ നമ്മളെ ബെല്ലാരി രാജൻ്റെ ആ ഒരു ബെൻസ്, നമ്മളെ പൊളപ്പം ബെൻസ് എന്നൊക്കെ പറയുമ്പോഴത്തെ ഈ ക്ലാസ് ബെൻസാണ് കേട്ടോ. ഈ കിടക്കണം. അതിൻ്റെ ബ്ലാക്ക് കളറാണ്. 2008 മോഡലാണ് കേട്ടോ ഇത്. ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ എൻ്റെ മോനെ ജം സാധനം, വണ്ടിപ്രാന്തന്മാരുടെ മെയിൻ സാധനം 7 സീരീസ് BMW E32ൻ്റെ 7 സീരീസ് എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. ഇത് ഭയങ്കര നീളമുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ കൊറോള 1.6 GL എന്ന് പറയുന്ന ടൊയോട്ടയിലെ വണ്ടിയാണ്. അത്യാവശ്യം നല്ല കിണ്ണ സാധനമാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് നേരെ വരുമ്പം ജാഗ്വർ, ആ ലോഗോ കണ്ടാൽ തന്നെ അറിയാം. പക്ഷേ ജാഗ്വറൊക്കെ ഈ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ വീണ്ടും കൊണ്ടുവന്നാൽ ഭയങ്കര രസമായിരിക്കും. ഇപ്പോഴത്തെ ഗ്രില്ലൊക്കെ വെറും മതമാണ് ജാഗ്വറിൻ്റെ. ഇതിലൂടെ ഹെഡ്ലൈറ്റ് നോക്ക്, അതിൻ്റെ ആ പ്രൊജക്ടറും ഒക്കെ ഇരിക്കണ അകത്ത് ഒരു സാധനമുണ്ട്. ഇതൊക്കെ 2005 മോഡലുണ്ട്. ജാഗുർ XJ6 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. നമ്പറൊക്കെ 1111. അത്രയും സാധനങ്ങളൊക്കെ നമ്മൾ സ്ഥിരം അറിയാന്നുള്ള സാധനങ്ങളാണ്.
അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 1989 മോഡലായിട്ടുള്ള കാഡിലാക്കിൻ്റെ ഫ്ലീറ്റ് വുഡ് എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. അമേരിക്കനാണ് കേട്ടോ സാധനം. എൻ്റെ V8 എഞ്ചിനാണ് വരുന്നത്. 4400 cc ആണ് പറഞ്ഞത്. GMൻ്റെ ടർബോ ഹൈഡ്രോമാറ്റിക് THM 440T4 എന്ന് പറഞ്ഞ 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കേട്ടോ പറഞ്ഞത്. നമ്മളിപ്പോഴത്തെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ AMT, AGS, ടോർക്ക് കൺവാർട്ടർ, DHT, DCT പണ്ടത്തെ സാധനങ്ങളൊക്കെ ഗ്യാങ് സാധനങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 1958 മോഡലിലെ ഓസ്റ്റിൻ A40 എന്ന് പറഞ്ഞൊരു മോഡൽ ഇവിടെ കിടപ്പുണ്ട്. അത്യാവശ്യം കൊള്ളാൻ കേട്ടോ. ഇത് പ്രീമിയർ പപ്പിനി കുട്ടി തന്നെ ഈ സാധനം. ബാക്ക് വരുമ്പോൾ വ്യത്യാസം വരുന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാം അപ്പുറത്തൂടെ കറങ്ങി പോകുമ്പോൾ കേട്ടോ. മസ്തയുടെ ലോഗോയൊക്കെ നല്ല മാറ്റമുണ്ട് ഇപ്പോഴും. ഇത് പഴയ ലോഗോയാണ് കേട്ടോ. ഈ ഒരു പഴയ ലോഗോ മസ്ത. ഇപ്പോഴത്തെ ലോഗോ ഇതൊന്നും അല്ല. ഇവിടെ ബാക്കി മസ്തയുടെ ഇപ്പോഴത്തെ ലോഗോ ഇതാണ് കേട്ടോ. ഇതാണ് മസ്തയുടെ ലോഗോ. അടുത്ത സാധനം 1987 മോഡൽ സ്റ്റാൻഡേർഡ് 200. ഇതൊരു വണ്ടിയുടെ ഇതൊക്കെ കാണാനായിട്ട്. മോനെ ബാക്ക് നോക്ക്, കിട്ടില്ല സാധനം. വണ്ടിയുടെ CAS 1837. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ 1986 അംബാസഡർ എയർഫോഴ്സിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഈ സാധനം കാണണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് എയർഫോഴ്സിൻ്റെ നമ്മളെ ആ ഒരു കിംസിൻ്റെ അവിടെ നിന്ന് അത് എയർഫോഴ്സിൻ്റെ അതുവഴി കയറി പോകുമല്ലോ. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സാധനം ആവശ്യം പോലെ അവിടെ കിടപ്പുണ്ട്. ഇവിടെ ക്ലാസ് 3 എന്ന് നമുക്ക് കാണണ്ട. ചുമ്മാ എല്ലാ വണ്ടിയെയും എല്ലാത്തിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. സൂപ്പർ സാധനം. കുറച്ചുകൂടെ വൃത്തിയാക്കി വെക്കാനുണ്ട്. കോണ്ടസ ക്ലാസിക് 1.8. നിങ്ങൾക്കൊരു പക്ക പണിത വണ്ടി ഒരു 3-4 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് സാധനം കിട്ടും. 10-80,000 1 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കണ്ടം വണ്ടി കിട്ടും. വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാൻ കേട്ടായി. ഇവിടെ നിന്നല്ല, വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇന്ത്യനാണ് കേട്ടോ സാധനം. ഇതൊക്കെ അവർ നിലനിർത്തണമായിരുന്നേ. ഇതിൽ പിന്നെ ഇസുസുവിൻ്റെ എഞ്ചിനൊക്കെ വെച്ചിട്ട് ഇറക്കണുണ്ട്. അത് ഏത് എഞ്ചിൻ എന്ന് നോക്കിക്കോട്ടെ. എഞ്ചിൻ വന്നിട്ട് 4 സിലിണ്ടർ ഇന്ത്യൻ വിത്ത് കാർബറേറ്റർ പറഞ്ഞ സാധനമാണ്. ഇസുസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങൾ അവന്മാർ ഇറക്കിയിട്ടുണ്ട്. അതും കുഴപ്പമില്ല, നല്ല സാധനം. എന്തരടേ കിടില്ല. 1996 ടെമ്പോ മാറ്റഡോർ. ഇതാണ് ടെമ്പോ മാറ്റഡോർ വണ്ടി. നമ്മളെ ഷാജി പാപ്പൻ്റെ വണ്ടി. ഷാജി പാപ്പന് ഇത്ര നീളമില്ല കേട്ടോ. ഈ വണ്ടിക്ക് നല്ല നീളമുണ്ട് കേട്ടോ. നല്ല നീളമുണ്ട്. ആ ടയർ ഇവിടെയൊക്കെ വരും ഷാജി പാപ്പൻ്റെ വണ്ടി. അത് കഴിഞ്ഞ് വരുമ്പോൾ 1985 സിപ്പൈൻ ഡോൾഫിൻ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. സെലൂൺ എന്നാണ് അതിനെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് SS80 ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. മാരുതിയുടെ SS80 ഉണ്ടല്ലോ, അങ്ങനെ ഒരു മോഡലുണ്ട്. അതിനെ ഡോൾഫിൻ എന്ന് എല്ലാവരും വിളിക്കും. ആക്ച്വലി അതാ കിടക്കുന്ന സാധനം 800DX. ഇതാണ് ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഡോൾഫിൻ എന്ന് പറയുന്നത്. ഇത് അതിനെ ഡോൾഫിൻ എന്ന് വിളിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കാണുമ്പോൾ പറയുന്ന ഡോൾഫിൻ എന്ന് തന്നെയാണ് പറയുന്നത്. മാരുതി 800 എന്നാണ് ഇതവർ പറയുന്നത് കേട്ടോ. അപ്പം ഡോൾഫിൻ ഇതിനല്ല പറയണത്. SS80 എന്ന് പറയുന്നത് ഇപ്പം അതിനെ ഇൻസ്പയർ ആക്കിയാണ് ഈ ഒരു സാധനം ഇറക്കിയിട്ടുള്ളത് കേട്ടോ. 1985 മാരുതി 800 സാധനം. ഇതൊക്കെ നിങ്ങൾക്കൊരു 1.5 കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ക്ലീൻ വണ്ടിയൊക്കെ എടുക്കാം കേട്ടോ. മുഖവിലയാണ് കേട്ടോ ഇതെല്ലാം. ഇതെന്തിന് ഇതിപ്പോഴും ഉണ്ടല്ലേ? 2008 റെവ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ JCB അന്നത്തെ എത്ര പ്രായമാണെങ്കിലും നോക്കി നിൽക്കുന്ന സാധനം. ഫീൽഡ് മാർഷൽ ട്രാക്ടർ. JCB എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. നമ്മൾ ഈ മോഡലിനെ JCB പറയണമെന്നേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഒരു സാധനം. ഇത് കഴിഞ്ഞ് പറഞ്ഞ സമയത്ത് ഒരു അംബാസഡറിനെ പൊളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന ആ രീതിക്കാണ് ചെയ്തേക്കുന്നത്. അല്ലല്ല, ഇത് ആ ആർട്ടല്ല സുഹൃത്തുക്കളെ. വീൽ ഡ്രമ്മ്, ടയറ്, വീല് പിടിച്ചിട്ടിങ്ങനെ മറ്റേ ആ ഒരു ഡിസ്ക് പരിപാടി, അതിൻ്റെ ഹൗസിങ് കാര്യങ്ങൾ, അങ്ങനെ അകത്തോട്ട് അങ്ങോട്ട് പോകുന്നു. വേറെ ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ എത്രയേ ഉള്ളൂ. ഗിയർ ബോക്സ്, എൻജിൻ തോഴിച്ച് മണ്ടേ വെച്ചേക്കെന്ന്, സ്റ്റിയറിങ്, ഗിയർ, സീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും കുഷ്യനാണ് അംബാസഡറിനൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. കണ്ട അത്രയും കുഷ്യനുണ്ട്. ബോണറ്റ് തോടകണ്, ഡിക്കി തോടകണ്. അതാണ് പെട്രോൾ ടാങ്ക് കേട്ടോ അംബാസഡറിൻ്റെ. സ്പീഡോമീറ്റർ അംബാസഡറിൻ്റെ അവിടെ കാണാൻ പറ്റും. ഡോറുകൾ കാണാൻ പറ്റും. ഇറ്റ്സ് എ ഗുഡ് തിങ്. അത് കഴിഞ്ഞ് നമുക്ക് പോണ സമയത്ത് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഗ്രില്ല് ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുണ്ട്. ബമ്പറുണ്ട്, മെറ്റൽ ബമ്പർ. കൊള്ളാം കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് ഫാൻ കണ്ടോ വണ്ടിയിലെ? ഫാൻ ബെൽറ്റ് കാണിച്ചിട്ടില്ല. ഫാൻ അവിടെ ഉണ്ട്. റേഡിയേറ്റർ ഇതായിരിക്കുന്നതാണ്. റേഡിയേറ്ററൊക്കെ പെയിൻ്റ് അടിച്ച് കരിച്ച് വെച്ചൊക്കെ തന്നെ. അത് കൊള്ളാം. നമ്മുടെ അംബാസഡർ ഇതാ ഇരിക്കാനുണ്ട്. നമ്മുടെ അംബാസഡർ എന്ന് പറഞ്ഞ സാധനം 2000 മോഡലാണ് കേട്ടോ. 2000 മോഡൽ. ഇത് കഴിഞ്ഞിട്ടാണ് ഗ്രില്ലൊക്കെ വ്യത്യാസം വന്നു തുടങ്ങിയത്. ഇതും അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് കാണാനായിട്ട്. നമ്മൾ മാർക്കറ്റിലൊക്കെ കാണുന്നതാണ്. ഇതൊക്കെ ഏത് വണ്ടി കേട്ടോ? ഇതിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല. എന്തായാലും കൊള്ളാടോ, ഈ വണ്ടി കൊള്ളാം. നമ്മൾ നേരത്തെ അവിടെയൊക്കെ കണ്ടായിരുന്നു. ഇതാണ് നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട വണ്ടി കേട്ടോ. ഇത് കഴിഞ്ഞ് നോക്കടേ. വാവ്, കണ്ടാലും മതി വരുന്നില്ല. എത്ര കണ്ടാലും മതി വരുന്നില്ല. മറ്റേ ലാലു എലക്സ് പറയും പോലെ. അങ്ങനെ നമുക്ക് അടുത്ത വണ്ടി കാണാനായിട്ട് പോവാം. അതുവഴി ഇങ്ങനെ കണ്ടുവരാം. കുറേ അധികം സാധനമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ലൈറ്റ് കുറവുണ്ട് കേട്ടോ.
ഞാൻ കണ്ണാടി വെച്ചിരിക്കണമെന്ന് ഞാൻ എപ്പോഴാണ് ഓർത്തത്, സോറി. അവിടെ നേരെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വണ്ടി ഇത് നമ്മുടെ മിസ്തുബിഷ് 1998 മിസ്തുബിഷിൻ്റെ ലാൻസറാണ്. 1111 എന്തൊരു നമ്പർ ഇടേ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു രൂപ കൊടുത്ത് നല്ല ക്ലീൻ വണ്ടി കിട്ടും കേട്ടോ, ഇപ്പോഴും കിട്ടും കേട്ടോ. 98 വണ്ടി ഡീസൽ വണ്ടിയാണ്, മൈലേജും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഡീസലാണോ അറിഞ്ഞൂടാ, അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഡീസൽ വണ്ടിയാണ്, ചവർ പോലെ കിടന്ന് ഓടിക്കോളും. 2002 ഹ്യുണ്ടായിൻ്റെ സൊനാറ്റ എന്ന് പറഞ്ഞ സാധനമാണ് ഗോൾഡ്. ഈ സാധനം ഞാൻ ഓടിച്ചിട്ടുണ്ട്, സൊനാറ്റ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഹ്യുണ്ടായിലെ ലോഗോ വയ്ക്കുന്ന പഴയ. അതുപോലെ തന്നെ ടൊയോട്ടയിലെ RAV4 എന്ന് പറഞ്ഞ സാധനമാണ്. ഐ തിങ്ക് ഇതാണ് നമ്മളെ ബൂം ബാങ്ങിൻ്റെ വീട്ടിൽ കിടക്കുന്ന വണ്ടി എന്തോന്ന് ന്യൂസിലാൻഡിൽ. എന്താ മിസ്സിസ് ബൂം ബാങ്ങിൻ്റെ വണ്ടി ഇതാണെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. ഐ തിങ്ക് ഇതാണ് സാധനം എന്നാണ് തോന്നുന്നത്. എന്തോ അവരൊരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ. ഇത് തന്നെ സാധനം, ഇതാണ് സാധനം എന്നാണ് തോന്നുന്നത്. ഇത് റോവർ മോണ്ടേഗോ എന്ന് പറഞ്ഞ വേറൊരു വണ്ടിയാണ്. ഇത് ഇത്തിരി മോശമായിട്ട് കിടക്കുകയാണ്. നമ്മളെ ബാക്കിൽ നമ്മുടെ ടോൾസ് കിടപ്പുണ്ട്. അതൊക്കെ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ആൾക്കാർ വന്ന് നമ്മൾ ഇതൊക്കെ കണ്ട് ഞെട്ടും പോലെ അത് കണ്ട് ഞെട്ടും കേട്ടോ. ടൊയോട്ട കോൾസ് ഈ ഒരു സാധനം നിർത്തിയിട്ടാണ് അവന്മാർ ഇന്നോവ എന്ന് പറഞ്ഞ സാധനത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്ര കോൺഫിഡൻസ് ആണ് ടൊയോട്ട എന്ന് പറഞ്ഞ ബ്രാൻഡിന്. ഇതെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സെയിലുണ്ടായിരുന്ന സാധനമാണ് കേട്ടോ. ആ സെയിലെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇന്നോവ അവന്മാർ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇന്നോവ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് അവന്മാർ. അപ്പോൾ എന്തോ ഒരു വലിയ സാധനം അവന്മാർ കൊണ്ടുവരാൻ പോവുകയാണ്. പിന്നെ സ്കോഡയുടെ അതിൻ്റെ ബാക്കിൽ വന്നിട്ട് വേറെ ഏതാ വണ്ടി കിടക്കുന്നത്, മറ്റേ ദേവു എന്നെന്തോണ് അതിനെ പറയണം കേട്ടോ. അങ്ങനെ ഒരു വണ്ടി കിടപ്പുണ്ട്. അങ്ങോട്ട് ആക്സസ് ഇല്ല കേട്ടോ, പോകാൻ പറ്റില്ല. പിന്നെ ഇത് നമുക്ക് അതാണ്ട് ദേവുവിൻ്റെ ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇതും എല്ലാം ദേവുവാണ്. ഇത് മാരുതി 800. നമ്മുടെ മാരുതി 800 ഇതൊക്കെ നിങ്ങൾക്ക് 2000 കാലഘട്ടങ്ങൾ ഇറങ്ങി മാരുതി 800 ഒരു 50,000 കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു സാധനം മേടിക്കാൻ പറ്റും. പിന്നെ ഇത് വരുമ്പോൾ 2002 മാരുതി സെന്നാണ്. ഇതൊരു 80,000 കൊടുത്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതൊക്കെ മേടിക്കാൻ പറ്റും. ഇതൊക്കെ മാർക്കറ്റ് വാല്യൂ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ. അത് കഴിഞ്ഞ് നമുക്ക് ഫിയറ്റിൻ്റെ യൂനോ ആണ്. ഇത് അത്യാവശ്യം കിട്ടുന്ന സാധനം കേട്ടോ. യൂനോൻ്റെ തന്നെ ഒരു പവർ സാധനം വേറെ ഉണ്ട്. കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കില്ല. മാർക്കറ്റിൽ ഇപ്പം ചവർ പോലെ ഉണ്ട്. അതായത് ഇപ്പം വാങ്ങിക്കാൻ കിട്ടും, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടാതായി എന്നാണ്. ആരെങ്കിലും വണ്ടിപ്രാന്തന്മാരുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ചു വെച്ചോ, അത്യാവശ്യം നല്ലൊരു സാധനമാണ്. പിന്നെ 1993 മാരുതി 800 കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സാധനം നമുക്ക് കിട്ടും, തപ്പി കിടന്നാൽ നല്ല സാധനം കിട്ടും കേട്ടോ. ബോഡി ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനം എടുത്താൽ നിങ്ങൾക്ക് പണി ഇതൊക്കെ ഇടാൻ പറ്റും. പിന്നെ മറ്റേ കുറേ അധികം വണ്ടിയിൽ പഴയ ബെൻസിൻ്റെ ഒരു ഫ്രണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, റേഞ്ച് റോവറിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അവർ അപ്ഗ്രേഡ് ചെയ്യണതാണ് കേട്ടോ ഈ ഒരു മ്യൂസിയം കുറച്ചുകൂടെ സെറ്റായിട്ട്. അത് കറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 1934 മോറിസ് വുഡി 15 എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. കറങ്ങി വരുമ്പോൾ നമുക്ക് ഡോഡ്ജിൻ്റെ പവർ വാഗൺ എന്ന് പറഞ്ഞ സാധനം ഇവിടെ കിടപ്പുണ്ട്. മിലിറ്ററി യൂസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. 1946 ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ. പക്ഷേ കിട്ടുന്ന സാധനമാണ്. അതിൻ്റെ ഒരു ഈ പരിപാടികളൊക്കെ വയ്ക്കാനകത്ത് റൂട്ട്സിൻ്റെ ഫോൺ തന്നെ അന്നേ റൂട്ട്സൊക്കെ ഉണ്ടാടെ. പവർ വാഗൺ എന്ന് എഴുതിയിട്ടുണ്ട്. കിട്ടുന്ന സാധനമാണ്. ഇത് തുരക്കും 6 സിലിണ്ടർ സാധനം, 3700 cc, 4 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. സീംസ് ടു ബി വില്ലീസ് എന്ന് എഴുതിയിട്ടുണ്ട്. 21 ഇറങ്ങിയിട്ടുള്ള ആ ഒരു വില്ലീസാണ് കേട്ടോ. കിട്ടുന്ന സാധനം കേട്ടോ. ഒതുക്കമുണ്ട് വണ്ടി. നമ്മളെ മറ്റേ മഹേന്ദ്രയുടെ മറ്റേ ജീപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സാധനമാണെങ്കിൽ കുറച്ചുകൂടെ വൈഡർ ആയിരിക്കും. വില്ലീസ് നല്ല ഒതുക്കമുണ്ട് കേട്ടോ. പെർഫോമിംഗ് ആർട്സ് ഓഫ് തുളുനാട് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പന്നിയുടെ തല ഇവർക്ക് ആരാധിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിയത് എവിടെ കണ്ടോ, ഇവിടെ ഇതൊക്കെ വിഗ്രഹങ്ങൾ പോലത്തെ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ എന്തെന്ന് വീണ്ടും എഞ്ചിനാ കഴിഞ്ഞില്ലേടേ. ഇതൊക്കെ എന്താണ് പഴയ ആചാരങ്ങൾ സംബന്ധമായിട്ട് ബന്ധപ്പെട്ട കുറേ പരിപാടികളാണ് കേട്ടോ. ഇത് വണ്ടിപ്രാന്തന്മാർക്കുള്ളതല്ല. ഒരു കെറ്റില് കുട്ട വട്ടി അങ്ങനത്തെ സാധനങ്ങൾ. ഇതെവിടെ കണ്ടിട്ടുണ്ടല്ലോ എടാ, ഇതിപ്പോഴത്തത്. പിന്നെ മറ്റേ കുറേ ട്രേ കാര്യങ്ങൾ. ബട്ടർ ചാർണർ അതാണ് ഈ സാധനം. മരം മുറിക്കുന്ന പിന്നെ വെള്ളം കോർണാറ്റ് ഇപ്പോഴത്തെ കപ്പിയല്ല, പഴയ സെറ്റപ്പ് അങ്ങനത്തെ സാധനങ്ങൾ വേണ്ട. ഇത് പാതാളക്കരണ്ടി, കുടമൊക്കെ കണ്ടി പോകുമ്പോൾ എടുക്കുന്ന സാധനമാണ് കേട്ടോ, പാതാളക്കരണ്ടി. അത് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്ന സാധനം. നൈസ്. ഇത്ര വർഷങ്ങളെ പഴക്കമുള്ള സാധനമാണ് കേട്ടോ. വെള്ളം കുടിക്കുന്ന സാധനങ്ങൾ നമുക്ക്. മറ്റേ മറ്റേ ചെറിയ ഒലക്ക പോലത്തെ സാധനം, മറ്റേ വാൽക്കണ്ണാടി പോലത്തെ പരിപാടി സാധനങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ. സ്റ്റുഡിയോ ക്യാമറ, പഴയ സ്റ്റുഡിയോ ക്യാമറയാണ് കേട്ടോ. ഐ തിങ്ക് ഇറ്റ്സ് എ ലോക്കർ ബുട്ട്. പഴയ ഫോണ്, ടെലസ്കോപ്പ് ഇരിക്കുന്നുണ്ട, ഇങ്ക് പോട്ട്, ഇത് താളിയോലേടെ ആ സാധനങ്ങളുണ്ട്. എഴുത്തൊക്കെ ഉണ്ട് കേട്ടോ. എഴുത്തൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് ട്രാൻസ്ലേറ്റ് ഒക്കെ എഴുതിയെടുക്കാൻ പറ്റും. ഏതൊക്കെ ഭാഷയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ അന്തമാതിരി സാധനങ്ങൾ. പഴയ ഓല പരിപാടി. മൈസൂർ സ്റ്റാർ ന്യൂസ് പേപ്പർ ഇതാണ് കേട്ടോ. ഇതാണ് മൈസൂർ സ്റ്റാർ ന്യൂസ് പേപ്പർ. പഴയ എഴുത്ത് കാര്യങ്ങൾ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. പഴയ കന്നഡ അക്കൗണ്ട് ബുക്ക്. എന്തിനാണ് എഴുതിക്കണത്? ഉണ്ണാൽ മുടിയാതെ തമ്പി പരമശിവ.
ബാഹുബലിയിലെ അത് കറക്റ്റാണ്. ലോക സമസ്തോ കൈ നിറാടാ ലോക സമസ്ത സുബിനോ ബന്ധു എന്നൊക്കെ പറയണവൻ. ഫോർമാൻ ലെറ്റർ അങ്ങനത്തെ സാധനങ്ങള് ഇതൊക്കെ ചുമ്മാ യവന്മാർ എഴുതി വെച്ചായിരിക്കും. നാണയങ്ങൾ നീ മിണ്ടായി ഇവിടുന്ന് മൈസൂർ ജയിലിൽ കിടന്നിട്ടുണ്ടാ? ഇല്ലല്ല, നീ മിണ്ടായി നോക്കടാ. നാണയങ്ങൾ, ലോട്ട്സ് ഓഫ് നാണയങ്ങൾ. വാവ്, നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഏതൊക്കെ വർഷം എന്നൊക്കെ ഉണ്ട് നോക്കിയാൽ മതി. ഹിസ്റ്ററി നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. നോട്ടുകൾ, പഴയ നോട്ടുകൾ, പഴയ രാജ്യങ്ങളുടെ നോട്ടുകൾ. ഇത്രയും വലിയ നോട്ട് എന്തല്ലേ കപ്പണ്ടി പുതിയാന്. റഷ്യൻ എംപയർ, പഴയ 20 രൂപ ഇന്ത്യയിലെ റുപ്പി. 100 സ്റ്റാമ്പുകളാണ് കേട്ടോ. കുറേ സ്റ്റാമ്പുകൾ തൊടാൻ പാടില്ല, സോറി. കുറേ അധികം സ്റ്റാമ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫുള്ള് മറ്റേ അവാർഡുകളാണ് കേട്ടോ. നമ്മൾ മറ്റേ ഇപ്പം കുറേ അവാർഡുകളെ പറ്റി കേൾക്കാറില്ലേ, അന്നത്തെ കാലത്ത് ഇതൊക്കെയാണ് സാധനങ്ങൾ കേട്ടോ. കൊള്ളാം. കണ്ട ഒരു സുവനീർ പോലെയുണ്ട്. അവർക്കൊക്കെ ഇതൊരു സുവനീർ ആയിരിക്കുമല്ലേ, ഒരു അവാർഡ് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അമ്പോ, അതൊക്കെ അവർക്കൊക്കെ ഇതൊക്കെ കളക്ട് ചെയ്യണം, അങ്ങനെ അതായിരിക്കും. എന്തായാലും അത് കൊള്ളാം. ദെൻ ഇവിടോട്ട് വരുന്ന സമയത്ത് നമുക്ക് കോളാമ്പി ആ സാധനങ്ങളുണ്ട്, പഴയ പാട്ടുപെട്ടി പരിപാടികളൊക്കെ, ഗ്രാമഫോൺ, ഓക്കെ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഗ്രാമഫോണിൻ്റെ മറ്റേ എക്സ്ട്രീം ആയിട്ടുള്ള സാധനങ്ങൾ. കൂജയില്ലേ, കൂജ. കൊള്ളാം, നൈസ്. അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒന്ന് തന്നെ. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ പഴയ എന്താ സിനിമ ഇഷ്ടപ്പെടുന്നുള്ളവർക്ക് കണ്ടു നിൽക്കാം. പഴയ അവരെയൊക്കെ തുടക്കം കണ്ട റാന്തലുകൾ, വിഗ്രഹങ്ങൾ കേട്ടാ. എ ജേണി ത്രൂ ഡൈനാസ്റ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിലുള്ള സാധനം, 19-ാം നൂറ്റാണ്ടിലുള്ള സാധനം, അതുപോലെ തന്നെ 15-ാം നൂറ്റാണ്ടിൽ കൊത്തിവെച്ചതാണ് കേട്ടോ. 8th സെഞ്ചുറിയിലുള്ളൊരു സാധനമാണ് ഇത്. പൊട്ടിപ്പോയി, പകുതി പൊട്ടിപ്പോയി. ആലോചിച്ച് നോക്ക്, 8th സെഞ്ചുറി എന്ന് പറയുമ്പോൾ എത്ര വർഷം പഴക്കമുള്ളതാണെന്ന്. എൻ്റെ പറഞ്ഞിരുന്നുണ്ട്, പക്ഷെ ഭയങ്കര ലോങ് ആയപ്പോൾ വണ്ടി ഭ്രാന്തന്മാർ ഇതൊന്നും കണ്ടിരിക്കൂല. എടാ ഈ തോക്ക് എടുക്ക്. പീരങ്കി, വണ്ടിയിൽ വെച്ചുകൊണ്ട് പോണ പീരങ്കി. പേപ്പർ അച്ചടിച്ചുകൊണ്ടിരുന്ന സാധനം, അത് പേപ്പർ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനം. ഡോണ്ട് ടച്ച്. പരന്തൊക്കെ എണീച്ചെന്ന് സല്യൂട്ട് അടിക്കണം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു വെട്ടമായിരിക്കും കേട്ടോ. എത്ര മണിക്കൂറായടാ നമ്മൾ കയറിയിട്ട്? 1.5 മണിക്കൂറാവോ അല്ലേ? ഒരു 1-1.5 മണിക്കൂർ വിശാലമായിട്ട് നിന്ന് കാണാനുള്ള ആ ഒരു സമ്പ്രദായമാണ് ഇതിനകത്തുള്ളത്. 75 രൂപയ്ക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ക്യാമറ കൊണ്ടുവരണമെങ്കിൽ 120 രൂപ എക്സ്ട്രാ കൊടുക്കണം. നമുക്ക് ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണമെന്ന് ഒരു പ്രശ്നമില്ല കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അനുവാദം കൊടുക്കുന്നത് ഇത് കാണുന്ന ആൾക്കാർ സീരിയസ്ലി ഇപ്പം ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇതിനകത്ത് ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാനും അറിഞ്ഞത് വീഡിയോയിലും അതും ഇതൊക്കെ ചെറുതായിട്ട് കണ്ടിട്ടാണ്. അപ്പോൾ എനിക്ക് വന്ന് കാണാൻ ഒരു ത്വര വന്നത് വീഡിയോ ഇതൊക്കെ ഉണ്ടാണ്. അപ്പം നമ്മുടെ കേരള സർക്കാരും ഇതുപോലെ സർക്കാരിൻ്റെ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അനുവദിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഹിസ്റ്റോറിക്കലി പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പഴയ നമ്മളെ മ്യൂസിയത്തിനകത്ത് കയറി അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെറിയൊരു സാധനം നമ്മുടെ ടൂറിസത്തിനെയും കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കുള്ള പരിപാടിയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വിടണം എന്നാണ് എൻ്റെ ഒരു ഭാവിയിൽ. അത് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. അതാണ് എനിക്ക് ഇതിനകത്ത് കയറി ഇത്രയും വീഡിയോസ് എടുത്തുകൊണ്ടപ്പോഴും സെക്യൂരിറ്റി പറഞ്ഞ് ഒന്നും പറയാനില്ല, ഒരു പ്രശ്നമില്ല. നമ്മൾ അവിടെ വീഡിയോ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ഇതായിരിക്കും അമ്മ വല്ലതും പറയുമോ എന്ന് പറഞ്ഞുള്ളൊരു സംഭവം. പൈസ കൊടുക്കണേ കുഴപ്പമില്ല, ക്യാമറ അല്ലല്ലോ, അതുകൊണ്ട് ഉള്ളൊരിതേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ പരിപാടി എന്നാൽ നല്ലതായിരിക്കും. എന്തായാലും കൊള്ളാം കേട്ടോ. ഇതാണ് ഇറങ്ങുമ്പോൾ ഉള്ള ക്രൗഡ് സെറ്റ് കേട്ടോ, നൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറ്റുമെങ്കിൽ മൈസൂർ പാലസിലോട്ടൊന്ന് പോകണം, പാലസ് കണ്ടിട്ടില്ല. പിന്നെ ഫുഡ് കഴിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളായിട്ടാണ് നിൽക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും